നിങ്ങൾ ഈ മുരിങ്ങയിലോണ്ട് എന്തുണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക്? കൂടി വന്ന സാമ്പാറിലിടാം, അത്രയല്ലേ പറ്റുള്ളൂ. ആ, ഞങ്ങളിവിടെ മുരിങ്ങ ഇലയിൽ നിന്ന് പുട്ടുപൊടി മുതൽ പായസം വരെ ഉണ്ടാക്കുന്നുണ്ട്. അത്രയധികം പ്രോഡക്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ ഇലയിൽ നിന്ന് അരി കൊണ്ടുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് മുരിങ്ങയില ചേർത്തുണ്ടാക്കാം. ഇത് ഞങ്ങൾ ഇന്ന് രാവിലെ കളക്ട് ചെയ്ത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന മുരിങ്ങയിലയാണ്. സാധാരണ നമുക്കറിയാം എല്ലാ മുരിങ്ങയിലയും വേസ്റ്റായി പോവുകയാണല്ലോ. ഏകദേശം 99% മുരിങ്ങയില വേസ്റ്റായി പോവുക. അപ്പോൾ അതൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിദേശത്തേക്ക് അയക്കാനാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അതിപ്പോൾ ഞങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇതാണ് മുരിങ്ങ, ഉണങ്ങിയതാണ്. ഈ ഇല ഫ്രഷ് ഇലയിൽ നിന്ന് ഉണക്കിയെടുത്ത മുരിങ്ങയാണിത്. നമുക്ക് ഏകദേശം 10 കിലോ ഉണക്കുമ്പോഴാണ് 1 കിലോ ഉണങ്ങിയത് കിട്ടുക. അത് പൊടിച്ച പൗഡറാണ് ഇത് മുരിങ്ങയില. ഇതിൽ വേറെ ഒന്നും മിക്സ് ഇല്ല കേട്ടോ, പേടിക്കണ്ട. ഇത് ഒറിജിനലാണ്, യാതൊരു മായവും ഇല്ല. ഡ്രയറിൽ ഉണക്കിയെടുത്ത മുരിങ്ങ ഇല പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക ചെയ്യണത്. ഞാൻ 17 വർഷം ഒരു സ്വകാര്യ സഹകരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സീനിയർ മാനേജറായിരുന്നു. അപ്പോൾ എപ്പോഴും മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് ഒരു സംരംഭകയാവണം. അത് 3 ലക്ഷ്യങ്ങളായിരുന്നു. ഒന്ന്, എൻ്റെ മലയോര മേഖലയാണ് ഇവിടെ. അപ്പോൾ കർഷകരിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് വില കിട്ടുന്നില്ല. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതിനൊരു വില കിട്ടും. അതോടൊപ്പം തന്നെ ഇവിടെ ഒത്തിരി പേര് സ്ത്രീകൾ തൊഴിലില്ലാത്തവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു 10 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ പറ്റുക, അതെൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ്. പിന്നെ പാചകത്തിലാണ് എനിക്ക് താല്പര്യമുള്ളത്. അപ്പോൾ നല്ല പ്രോഡക്റ്റുകൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു സ്വപ്നം. അങ്ങനെ 3 ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങിയത്. 2018 റിസൈൻ ചെയ്ത് ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ സപ്പോർട്ടോടുകൂടി PMEGP ലോൺ എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് ആരംഭിച്ചത്. നമുക്കൊരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് വേണമെന്ന് നമ്മൾ 10 റൈസ് മിക്സിൽ തുടങ്ങി. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഏത്തക്ക, ചക്ക, ചക്കക്കുരു, ചെറുപയർ, കപ്പലണ്ടി, അങ്ങനെ 10 തരം. അപ്പോൾ അതിൽ പച്ച കളറുള്ളൊരു പ്രോഡക്റ്റ് ഇല്ല എനിക്ക്. അപ്പോൾ അത് ആലോചിച്ചപ്പോഴാണ് മുരിങ്ങയില എങ്ങനെയാണ് പറ്റുക. അത് മാത്രമല്ല, ദുബായിൽ നിന്ന് വലിയൊരു ഓർഡർ വന്നു. ഒരു കണ്ടെയ്നർ മുരിങ്ങയില കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ പഠിക്കാനും മറ്റെൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ഇത് നല്ലതാണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് വന്ന് ഇങ്ങോട്ട് റിസൾട്ട് പറയുമ്പോഴാണ് ഇന്ന ഗുണത്തിന് ഇത് പറ്റുന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഷുഗറും പ്രഷറൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്, അവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. നമുക്കത് മരുന്നല്ല, ഫുഡ് സപ്ലിമെൻ്റ് ആണ്. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് നന്നായിട്ട് ഗുണം കിട്ടുന്നുണ്ട്. ഇത് നന്നാക്കി എടുത്ത മുരിങ്ങയിലയാണ്. ഇത് ഞങ്ങൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക ചെയ്യുന്നത്. കാരണം ഇതിൽ കീടങ്ങളുണ്ടാവും, മണ്ണുണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങൾക്ക് ഏകദേശം ഒരു 60-70 കിലോ ഞങ്ങൾ ഓരോ ദിവസം ഉണക്കിയെടുക്കുന്നതാണ്. ഇന്നിപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ചിട്ട് കാണിക്കുക. ഇതൊന്ന് ഇട്ട്, ഇതിപ്പോൾ ഒരു 3 കിലോ, അതിലും കൂടുതലൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ഏകദേശം 3 കിലോയിൽ നമുക്കൊരു 10 കിലോ ഉണക്കുമ്പോഴാണ് 1 കിലോ കിട്ടുന്നത്. അപ്പോൾ അത്രയും കുറവേ കിട്ടുള്ളൂ. എടുക്കുമ്പോൾ കുറേ ഉണ്ടെങ്കിലും ഉണങ്ങി വരുമ്പോൾ കുറച്ചേ കിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അതിലെ കീടങ്ങൾ, എന്തെങ്കിലും അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി നല്ല പൗഡറായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മുരിങ്ങയില വടക്കഞ്ചേരി, എരുമപ്പെട്ടി, പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. നമ്മൾ ലോക്കൽ ഏരിയയിൽ നിന്ന്, ഒല്ലൂർ, അങ്ങനെ ലോക്കൽ ഏരിയയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ചില കർഷകർ ഇവിടെ കൊണ്ടുവന്ന് തരും, ചിലർ അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോയി എടുക്കും. അപ്പോൾ നമുക്ക് അന്നും തന്നെ കിട്ടണം. ഫ്രഷ് ഇലയാണ് പറ്റുള്ളൂ. കാരണം 2 ദിവസം 3 ദിവസം പറ്റില്ല. അപ്പോൾ നമ്മൾ രാവിലെ കളക്ട് ചെയ്ത് നമുക്ക് ഉച്ചയ്ക്ക് കിട്ടും. അതല്ലെങ്കിൽ രാത്രി കിട്ടിയാലും നമുക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ ചെയ്യാം. അപ്പോൾ അവർ ഉച്ച തിരിഞ്ഞ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് ഡ്രയറിലിടാനായിട്ട് പറ്റും. കൃഷി നമ്മൾ കർഷകരെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്, ഞങ്ങളല്ല കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ സെൻട്രൽ ജയിൽ 1000 തെയ്യ് വെച്ചു. കർഷകർ ഒത്തിരി പേര് പറയുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. കർഷകരെ കൂട്ടായ്മകൾ, നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളെ കൂട്ടായ്മകളിലൂടെ നമുക്ക് ഇത് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അവർക്കൊരു വരുമാനം. കാരണം ഇത് മുഴുവനും വേസ്റ്റായി പോയിരുന്നതിൽ നിന്ന് അവർക്കൊരു 30 രൂപ വെച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു വരുമാനം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഉല്ലൂക്കര ബ്ലോക്കിൽ 4 പഞ്ചായത്തിലെ കളക്ഷൻ സെൻറ്റർ തുടങ്ങുകയാണ് മുരിങ്ങയിലേക്ക്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വരുന്നതിന് അവർക്ക് നഷ്ടമുണ്ട്, പെട്രോളിൻ്റെ പൈസയൊക്കെ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ അവിടെ കളക്ഷൻ സെൻറ്ററിൽ പോയിട്ട് ഞങ്ങൾ എടുത്തു കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ഉണക്കാനിട്ടുള്ളൂ. ഇത് ഡ്രയറിലിട്ട് ഉണക്കാനാണ്. അപ്പോൾ ഇത് ഉരുകാത്ത ഇതിൻ്റെ ഒരു ഇതുള്ളതാണ്. നമ്മളിതിൻ്റെ അടിയിൽ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ പേപ്പറിലാണോ ഉണക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇത് നന്നായി താഴേക്ക് കൊഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഓരോ ചേമ്പർ മാറുമ്പോഴും ഇത് പൗഡർ കുറേ മിസ്സാവും. അപ്പോൾ ഇതിലാണ്, ഇത് പേപ്പറായിട്ട് ഒട്ടും ടച്ച് വരുന്നില്ല. ഇത് 1.5 ദിവസം. ഇന്ന് കത്തിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം പോകുമ്പോൾ അവർ ഓഫ് ചെയ്ത് പോവും. ഇതിൻ്റെ ഹീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ അടിയിൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഹ്യൂമിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫർണസ് ഉണ്ട് അവിടെ അപ്പുറത്ത്, തീയും കൂടെ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 ദിവസം കൊണ്ട് നമുക്കിത് ഉണങ്ങി കിട്ടും. ഇത് ഇന്നിപ്പോൾ ഉണക്കാനിടുന്നതാണ്. ഇത് വെച്ചോളൂ. ഇനി നമുക്ക് ഇന്നലത്തെ
1.5 ദിവസം വേണം നമുക്ക്. ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇനി നാളെ ഉച്ചയോടുകൂടി നമുക്ക് ഉണക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇന്നലത്തെ ഇട്ടത് നമുക്ക് നോക്കാം എങ്ങനെ ഉണക്കായോ എന്നുള്ളത്. ഇത് ഇന്നലെ ഇട്ടതാണ്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെടുത്ത് നല്ല സീൽ ഇത് പാക്ക് ചെയ്ത് വയ്ക്കും. വെയിലത്തിട്ട് ഉണക്കുമ്പോഴാണ് അതിൻ്റെ കളറും ഗുണമൊക്കെ പോകുന്നത്. ഇതാണ് മുരിങ്ങ ഉണങ്ങിയതാണ്. ഈ ഇല ഫ്രഷ് ഇലയിൽ നിന്ന് ഉണക്കിയെടുത്ത മുരിങ്ങയാണിത്. നമുക്ക് ഏകദേശം 10 കിലോ ഉണക്കുമ്പോഴാണ് 1 കിലോ ഉണങ്ങിയത് കിട്ടുക. അത് പൊടിച്ച പൗഡറാണ് ഇത്, മുരിങ്ങയില. ഇതിൽ വേറെ ഒന്നും മിക്സ് ഇല്ല കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക ചെയ്യണത്. ഇതാണ് ഞങ്ങളുടെ സിഗ്നേച്ചർ പ്രോഡക്റ്റ്. അത് മുരിങ്ങയില ക്യാപ്സ്യൂളാണ്. ഇതൊരു മെഡിസിൻ അല്ല, വാല്യൂ ഫുഡ് പ്രോഡക്റ്റാണ്. കാരണം നാളെ ചോദിക്കുന്നത് ഡോക്ടറാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. പിന്നെ ഇതൊരു ചൂർണ്ണാണ്. ഇത് വേറൊരു സിഗ്നേച്ചർ പ്രോഡക്റ്റാണ്. 6 മില്ലറ്റിൻ്റെ പൗഡർ, റാഗി, തിന, ചാമ, യവം, മണിച്ചോളം, കമ്പ്, അതിൽ മുരിങ്ങയില മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് ഡയറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ പ്രഷർ ഷുഗറുകാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വരുന്നത് ഇൻസ്റ്റൻറ്റ് രസം മിക്സാണ്. ഇതിൽ മുരിങ്ങയില മിക്സ് ഉണ്ട്. സർവ്വം മുരിങ്ങമയാണ് കേട്ടോ. ഇത്രയും പ്രോഡക്റ്റുകളാണ് ഉള്ളത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പായസം മിക്സ് ഉണ്ട്. അതിപ്പോൾ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. എനിക്ക് നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ നല്ല സപ്പോർട്ടാണ്. എൻ്റെ ഭർത്താവ് ഗവൺമെൻറ് സർവീസിലായിരുന്നു, റിട്ടയർ ചെയ്ത് ഇപ്പോൾ ആൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ സ്റ്റാഫുകളും എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം ഒരു 60ഓളം കസ്റ്റമേഴ്സ് 2018 തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ കൂടെയുണ്ട്. അവരൊക്കെ തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറെ സന്തോഷം തരുന്നത്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് നല്ല കഠിനാധ്വാനവും നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്തിപ്പെടും. നമുക്കൊരു സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല.